ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി ബൊളിവിയ എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തിയത്. ബൊളിവിയയിലെ ഉയർന്നുയരത്തിൽ നടന്ന മത്സരത്തിൽ മിഗേൽ ടെറസറോസാണ് പെനാൽറ്റിയിലൂടെ ഏക ഗോൾ നേടിയത്. ഈ വിജയത്തോടെ ബൊളിവിയ ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫിന് യോഗ്യത നേടി. 1994 ശേഷമുള്ള ആദ്യ ലോകകപ്പ് സാധ്യത സ്വപ്നമാക്കി. ബ്രസീൽ നേരത്തെ തന്നെ ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു. മത്സരത്തിൽ ബ്രസീലിന് ഗോൾ അവസരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ബൊളീവിയയുടെ ഡിഫൻസ് മികച്ചു നിന്നു. കാർലോ അൻസലോട്ടിക്ക് കീഴിൽ ബ്രസീൽ വഴങ്ങുന്ന ആദ്യ തോൽവിയാണിത്. ഈ വിജയം ബൊളീവിയയുടെ ചരിത്രത്തിലെ അപൂർവ സംഭവമാണ്. 2009 ശേഷം ബ്രസീലിനെ ബൊളീവിയ തോൽപ്പിച്ചിരുന്നില്ല. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 58% ബോൾ പൊസിഷൻ ബ്രസീലിനായിരുന്നു. 10 ഷോട്ടുകളാണ് ബ്രസീൽ ആകെ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 428 പാസുകൾ 89% കൃത്യതയോടെ ബ്രസീൽ പൂർത്തിയാക്കി. 23 ഷോട്ടുകളാണ് ബൊളീവിയ തൊടുത്തത്. 10 ഷോട്ട് ഓൺ ടാർഗറ്റ്. 306 പാസുകൾ 88% കൃത്യതയോടെ ബൊളീവിയ പൂർത്തിയാക്കി. യോഗ്യതാ റൗണ്ടിൽ ബ്രസീൽ 8 വിജയങ്ങളും 4 സമനിലയും 6 തോൽവിയുമായി 28 പോയിന്റോടെ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ബൊളീവിയ 20 പോയിന്റോടെ 7ാം സ്ഥാനക്കാരായി. ബൊളീവിയ ഇനി പ്ലേ ഓഫിൽ മത്സരിക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.